വൈൽ എന്ന് പറയുന്ന വാക്കിന്റെ, അതായത് ബിക്കോസ് എന്ന് പറയുന്ന സെയിം അർത്ഥമാണ് ഈ ദെൻ എന്ന് പറയുന്ന വാക്കിനും വരുന്നത്. ബിക്കോസ് മലയാളത്തിൽ അർത്ഥം വരുന്ന സമയത്ത് കാരണം എന്ന് പറയുന്നത്. സോ ബിക്കോസ് എന്ന് പറയുന്ന വാക്കിന് നമ്മളിപ്പോൾ 2 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു ജർമ്മനിൽ, അല്ലെങ്കിൽ 2 കണക്റ്റേഴ്സ് നമുക്കറിയാം, വൈൽ und then. കണക്റ്റേഴ്സ് എവിടെ യൂസ് ചെയ്യുന്ന സമയത്തും ഒരു റൂൾ കോൺസ്റ്റന്റ് ആണ്, അതായത് കണക്റ്ററിന് മുൻപ് കോമ ചേർക്കുക എന്നുള്ളത്. സോ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, യൂസ് കോമ ബിഫോർ കണക്ടർ. സെക്കൻഡ് വരുന്നത് റൂൾ നമ്പർ 2. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ വൈൽ ദാസ് വെൻ പഠിച്ച സമയത്ത് നേബൻ സാറ്റ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആയിരുന്നു നേബൻ സാറ്റ്സിലെ വെർബിനെ ലാസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ആ റൂളിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നേബൻ സാറ്റ്സിലെ വെർബ് വരുന്നത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും. സെക്കൻഡ് പൊസിഷൻ. സോ ഫസ്റ്റ് ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പഠിച്ച 3 കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നേബൻ സാറ്റ്സിലെ വെർബ് പോയിരിക്കുന്നത് ലാസ്റ്റ് പൊസിഷനിൽ, അതായത് എൻഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ വരുന്നത് സ്വൈറ്റ പൊസിക്സിയോൺ. ഇനി റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദെൻ എന്ന് പറയുന്ന കണക്ടർ 0 പൊസിഷൻ കണക്ടറാണ്. അതായത് ദെൻ എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചേർക്കേണ്ടത് സബ്ജക്റ്റ്, പിന്നെയാണ് വെർബ് വരേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ബൈഷ്ഫീൽ അല്ലെങ്കിൽ എക്സാമ്പിൾസ് നോക്കാം. ദെൻ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നത് സെക്കൻഡ് പൊസിഷനിൽ അല്ലെങ്കിൽ സ്വൈറ്റ പൊസിക്സിയോണിലാണ് വെർബ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ദെൻ എന്ന് പറയുന്നത് 0 പൊസിഷൻ കണക്ടറാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് ഐ വാസ് ആബ്സെന്റ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആ എപ്പിസോഡിൽ യൂസ് ചെയ്ത സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഐ വാസ് ആബ്സെന്റ് because I had fever. Okay. I was absent എന്നുള്ളതിന്റെ ജർമ്മൻ ആണ് ich war abwesend. ich war abwesend. ഇതാണ് ഇവിടുത്തെ ഹോപ്സാറ്റ്സ് ആയിട്ട് വരുന്നത്. because എന്നുള്ളത് while അല്ലെങ്കിൽ then, ഇതാണ് ഇവിടുത്തെ കണക്ടർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് I had fever. ich hatte ഫീബർ. ഇഷ് ഹാറ്റ് എ ഫീബർ. ഇതാണ് ഇവിടുത്തെ നേബൻ സാറ്റ്സ് ആയിട്ട് വരുന്നത്. ആദ്യം ഞാനിത് വൈൽ വെച്ചിട്ടാണ് എഴുതുന്നത്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ. സോ ഇഷ് വാർ അബ്വേസന്റ്, ഇഷ് വാർ അബ്വേസന്റ് കോമ. ഫസ്റ്റ് റൂള് കണക്ടറിന് മുൻപ് കോമ ചേർത്തു. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വൈൽ എന്നുള്ള കണക്ടറാണ്. സോ വൈൽ എന്നുള്ള കണക്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം വെർബിന്റെ പൊസിഷൻ എൻഡ്. സോ ഇഷ് ഫീബർ ഹാട്ടെ. സോ വൈൽ വെച്ച് എഴുതുന്ന സമയത്ത് നമുക്കറിയാം നേബൻ സാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പോയി. ഇനി ഈ സെയിം സെന്റൻസ് നമുക്ക് ഇപ്പോൾ നമ്മൾ കറന്റ് പഠിക്കുന്ന ദെൻ എന്ന് പറയുന്ന കണക്ടറിനെ കുറിച്ചാണ്. സോ ദെൻ വെച്ച് എഴുതുന്ന സമയത്ത് ഇതിൽ വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹോപ്സാറ്റ്സ് നമ്മൾ അതേപോലെ എഴുതുന്നു, ഇഷ് വാർ അബ്വേസന്റ്, ഇഷ് വാർ അബ്വേസന്റ്. ഇനി കണക്ടറിന് മുൻപ് കോമ ചേർത്തു, ഫസ്റ്റ് റൂൾ. കണക്ടർ ചേർത്തു, ദെൻ ബിക്കോസ് എന്നുള്ള അർത്ഥം വരുന്ന കണക്ടർ ചേർത്തു. ഇനിയാണ് മേജർ ഡിഫറൻസ് വരുന്നത്, ശ്രദ്ധിക്കുക. നമുക്കറിയാം ദെൻ എന്ന് പറയുന്ന കണക്ടർ വരുന്ന സമയത്ത് വെർബിന്റെ പൊസിഷൻ സെക്കൻഡ് ആണ്. അതായത് ഇഷ് ഹാറ്റ് എ ഫീബർ എന്നുള്ള ഈ സെന്റൻസിലെ വെർബിന്റെ പൊസിഷൻ വരേണ്ടത് സെക്കൻഡ് ആണ്. പക്ഷേ ഈ ദെൻ എന്ന് പറയുന്നത് 0 പൊസിഷൻ കണക്ടറാണ്. 0 പൊസിഷൻ കണക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ടറിന്റെ ശേഷം പിന്നീട് വരേണ്ടത് സബ്ജക്റ്റും അതിന്റെ ശേഷമാണ് വെർബ് വരേണ്ടത്. ദെൻ ഇഷ് സബ്ജക്റ്റ് ചേർത്തു, ഇനി വെർബ് ചേർക്കുക, ദെൻ ഇഷ് ഹാട്ട് ഫീബർ. സോ ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്, ഇഷ് വാർ അബ്വേസന്റ്, ദെൻ ഇഷ് ഹാട്ട് ഫീബർ. സോ ഇതാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കുക ദെൻ എന്ന് പറയുന്ന കണക്ടറും ദെസ്ഹാൽബും ട്രോട്ട്സ്റ്റമും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നിങ്ങൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് കൂടെ കണ്ടു നോക്കാം. ദെൻ എന്ന കണക്ടറിന്റെ മലയാളം മീനിങ് എന്താ? ബിക്കോസ്. ബിക്കോസ് വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് നോക്കാം. എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. Ich bin sehr traurig, denn ich habe kein Geld.